ഹായ് നമസ്തേ. ഇന്നത്തെ നമ്മുടെ ഹെയർ നിത്യയുടേതാണ്. അപ്പോൾ നല്ല കേൾസുള്ള ഹെയർ ആയിരുന്നു നിത്യയുടേത്. 2 വർഷം മുൻപ് നമ്മുടെ അടുത്ത് പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റിൻ ചെയ്തതാണ്. ഇപ്പോൾ ആ കിളിർത്ത് വന്നിട്ടുള്ള ഹെയറിന് അന്നത്തെ അത്രയും കേൾസില്ല, കേൾസ് കുറഞ്ഞിട്ടാണ് കിളിർത്ത് വന്നിട്ടുള്ളത്. അതുപോലെ നിറച്ചും ബേബി ഹെയർ ആയിരുന്നു, ഇപ്പോൾ അതൊക്കെ മാറി അങ്ങനെ ബേബി ഹെയർ വരുന്നില്ല. ഇപ്പോൾ നമ്മൾ പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റിൻ ചെയ്തതിനൊക്കെ ഹെയർ നല്ല ബെറ്റർ ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ആ ഹെയറിനകത്ത് കെരാറ്റിൻ മാത്രമാണ് ചെയ്തിരിക്കുന്നത്, കാരണം കേൾസ് അങ്ങനെ തന്നെ നിലനിർത്തണം. അതായത് ഓരോ വാഷ് കഴിയുന്തോറും നമ്മൾ കെരാറ്റിൻ ചെയ്ത് കഴിഞ്ഞാൽ ചേഞ്ച് വരും. എന്ന് വെച്ചാൽ ഓരോ വാഷ് കഴിയുന്തോറും കെരാറ്റിൻ്റെ റിസൾട്ട് കുറഞ്ഞു വരും. നമ്മൾ പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റിൻ ചെയ്ത് അതിൻ്റെ റിസൾട്ട് കുറയത്തില്ല. അത് നിത്യയ്ക്ക് അനുഭവം ഉള്ളതാണ്. അപ്പോൾ അത് നിത്യ പറഞ്ഞ് കുഴപ്പമില്ല, ഒരു 4 മാസം 5 മാസമൊക്കെ ഇരിക്കുമ്പോൾ കെരാറ്റിൻ ഫുള്ള് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നിത്യയുടെ ഹെയർ ചെയ്തിരിക്കുന്നതാണ്. ഇതാണ് നിത്യയുടെ ഹെയർ. നിത്യ ഫസ്റ്റ് ടൈം വരുമ്പം ഇതിലും നല്ല കേൾസ് ആയിരുന്നു. ഇപ്പം എല്ലാം കിളിർത്ത് വന്നിട്ടുള്ള ഹെയറാണ്. നമ്മളെ ഇടയ്ക്ക് ഇത് പ്രോട്ടീൻ ചെയ്യുന്ന സമയത്ത് ലെയറും ഫെദറും ഒക്കെ കട്ട് ചെയ്ത് അങ്ങനെ ആ ഒരു ഹെയർ പഴയ സ്ട്രക്ചറിലേക്ക് കൊണ്ടുവന്ന് 2 വർഷം കൊണ്ട് ഇപ്പോൾ ഈ ഹെയറിലാണ് ഞാനിപ്പം കെരാറ്റിൻ ചെയ്യുന്നത്. അപ്പം നിത്യ പറയുന്നത് നിത്യയ്ക്ക് ആ ഫ്രണ്ടിൽ ആ കേൾസ് അങ്ങനെ തന്നെ കിടക്കണം, കേൾസ് ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ചുരുണ്ട് കീറുന്നതിലൊരു മാറ്റം വരണം, പിന്നെ ഫ്രിസ്സിയായിട്ട് കിടക്കുന്നത് ഒന്ന് മാറിയും കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പം നമ്മൾ കെരാറ്റിൻ ചെയ്ത് കൊടുക്കുന്നത്. നേരത്തെ നല്ല ബേബി ഹെയർ ആയിരുന്നു, ഒരുപാട് ബേബി ഹെയർ നെറ്റിക്കും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ ബേബി ഹെയർ ഒന്നും അങ്ങനെ ഉണ്ടാകുന്നില്ല. ഉള്ള ഹെയറിന് തന്നെ നല്ല നീളത്തിൽ തന്നെ കിളിർത്ത് വരുന്നത്. അപ്പം നമ്മൾ കെരാറ്റിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയുള്ള ഹെയർ ആയിട്ട് കിട്ടി. ഹെയറിന് ലെങ്ത്തും കൊണ്ട് ഉള്ള ലെങ്ത് തന്നെ നിർത്തിക്കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഓരോ വാഷ് കഴിയുന്തോറും ഇത് ചെയ്യും. നമ്മളിതിപ്പോൾ ഒത്തിരി എന്നോട് പറഞ്ഞത് കേൾസ് ഒരുപാട് അങ്ങ് തീർത്തും കേൾസില്ല, സ്ട്രെയിറ്റ് ആകരുത്, എന്നാൽ ചെറിയ ബേബി കിടക്കണം, എന്നാൽ രീതിയിൽ നമ്മൾ ചെയ്തേക്കുന്നത് കേട്ടോ. ഇതിങ്ങനെ തന്നെ കിടക്കും. പിന്നെ ഇത് ഓരോ വാഷ് കഴിയും തോറും ചേഞ്ച് വരും. ഒരു 6 മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് എന്നാലും ആ പഴയ സ്ഥിതിയിലേക്ക് വരത്തില്ല, എന്നാലും ഒരു കേൾസ് ഉണ്ടാവും കേട്ടോ. ഹെയർ അത് മോശമാകത്തില്ല, ഹെയർ നല്ല ബെറ്ററായിട്ട് കിടക്കത്തതേ ഉള്ളൂ. എന്നാലും പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റിൻ ചെയ്യുമ്പോൾ നമ്മളത് പെർമനൻ്റ് ആയിട്ട് നേരത്തെ ഒരു 1.5 വർഷം അങ്ങനെ തന്നെ നിന്നില്ലയോ, അത്രയും നാൾ നിൽക്കത്തില്ല. എൻ്റെ പേര് നിത്യ എന്നാണ്. ഞാനൊരു 15 വർഷമായിട്ട് ഷീബ ചേച്ചിയുടെ അടുത്ത് മാത്രമാണ് വന്നിട്ടുള്ളത്. എൻ്റെ ഹെയറിൽ സ്റ്റാർട്ടിങ് തൊട്ട് കട്ട് ചെയ്യുന്നതും എന്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതും ഫേസ് ആയാലും ഹെയർ ആയാലും രണ്ടും ഞാൻ ചെയ്തിട്ടുള്ള ഷീബ ചേച്ചിയുടെ അടുത്ത് മാത്രമാണ്. ഞാൻ വേറെ ഒരു പാർലറിലും അങ്ങനെ പോയിട്ടില്ല. ഞാൻ ഒരു 2 വർഷത്തിന് മുമ്പ് ഞാൻ പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റിൻ ചെയ്തിരുന്നു. അതിന് മുമ്പ് ഞാൻ സ്ട്രെയിറ്റനിങ് ചെയ്തിട്ട് റൂട്ട് ടച്ച് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ കുറേ പ്രാവശ്യം. പിന്നെ ഞാൻ ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റിൻ ചെയ്തു. അതൊരു 2 വർഷം മുമ്പായിരുന്നു. അത് നല്ലൊരു റിസൾട്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വന്നിട്ട് കെരാറ്റിൻ ഒന്നുകൂടെ ചെയ്യാമെന്ന് വിചാരിച്ചത്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ചേച്ചിയുടെ അടുത്ത് വരുന്നത് എപ്പോഴും എനിക്ക് ഭയങ്കര സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. എൻ്റെ എല്ലാ ഹെയർ കട്ടായാലും എന്ത് ട്രീറ്റ്മെൻ്റ് ആയാലും ഞാൻ ഇനിയായാലും ചേച്ചിയുടെ അടുത്ത് മാത്രമേ ചെയ്യുകയുള്ളൂ. താങ്ക് യു. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഗുരുവായൂർ ഷീബലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്കിൽ എത്തുന്നത് ഞായറും തിങ്കളുമാണ്. ബുക്കിംഗ് അനുസരിച്ചാണ് എത്തുന്നത് പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ചൊവ്വ മുതൽ ശനി വരെ ഞാൻ ആലപ്പുഴ ജില്ലയിലെ കായംകുളത്തിനും അടൂരിനും ഇടയ്ക്കാണ് ചാരുമൂട്ടിലാണ് ഞാൻ ചൊവ്വ മുതൽ ശനി വരെ, ഞായറും തിങ്കളും ഗുരുവായൂർ ഷീബലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്കിലും. എല്ലാവരും വിളിക്കുക, ബുക്ക് ചെയ്യുക. നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.